യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്തുമസ് മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ദൈവികതയുടെ മാനുഷികവൽക്കരണമാണ് ക്രിസ്മസ്. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ബൈബിളിൽ രണ്ട് ഭാഗമുണ്ടല്ലോ. പഴയ നിയമം ദൈവത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ പുതിയ നിയമം മനുഷ്യനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക. ദൈവം നമ്മുടെ മനുഷ്യത്വത്തെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്മസിലൂടെ. നമ്മളൊക്കെ മനുഷ്യരാണെന്നും മനുഷ്യരായ നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചവും ദൈവവും മനുഷ്യരും ഒക്കെ വസിക്കുന്നുണ്ടെന്നും ബൈബിൾ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ടല്ലോ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് പ്രപഞ്ചം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ജീവൻ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ദൈവവും മനുഷ്യനിലുണ്ട്. എന്നാൽ മനുഷ്യൻ മനുഷ്യനാണ്. അപ്പോൾ ദൈവികതയും പ്രാപഞ്ചികതയും മനുഷ്യത്വവും എല്ലാം ചേർന്നതാണ് മനുഷ്യൻ. അതിലെ നമ്മുടെ മനുഷ്യഭാവത്തെ കൂടുതൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. ഓരോ ആഘോഷവും ഒരു കാലത്തിന് അനുസൃതമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയും പുനർവിചിന്തനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് അർത്ഥപൂർണമാവുന്നത്. മറ്റൊരു വാക്കി പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസവും നമ്മുടെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളല്ല, ഒഴുകുന്ന പുഴ പോലെയാണ്. അത് കാലത്തിനനുസൃതമായ പുനരാഖ്യാനങ്ങളും പുനർവ്യാഖ്യാനങ്ങളും ആവശ്യപ്പെടുന്നതാണ്. മാറുന്ന ലോകത്തിൽ മാറാത്ത വരികൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ബൈബിൾ, ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഖുറാൻ, ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ഉപനിഷത്തുകൾ, മഹാഭാരതം, രാമായണം, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ. ഇതിലെയൊന്നും വരികളെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. ആ മാറാത്ത വരികളെ കാലത്തിനനുസൃതമായിട്ട് നമ്മൾ മാറുന്ന ലോകത്ത് പുനർവ്യാഖ്യാനിക്കുമ്പോഴാണ് അതിനർത്ഥമുള്ളത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നമ്മളെ ഇതെല്ലാം പിന്നിലേക്ക് വലിക്കും. ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഉണ്ടായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ആ കാലഘട്ടത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളിലാണ്. അന്നത്തെ ഗോത്ര സംസ്കാരങ്ങളും അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുമാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഭാഷയും സംസ്കാരവും എല്ലാം വ്യത്യസ്തമാണ്. ഇന്ന് അത്തരത്തിൽ ഉള്ള ഒരു ഗ്രന്ഥത്തെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെയും ലിംഗസമത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഈ ലോകത്ത് ഈ കാലത്തിനനുസൃതമായ വ്യാഖ്യാനം അത് ആവശ്യപ്പെടുന്നുണ്ട്. കാലത്തിന് ചേർന്ന വിധം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ, നമ്മുടെ വിശ്വാസ സംഹിതകളെ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ, നമ്മുടെ ആഘോഷങ്ങളെ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ അത് പാരമ്പര്യവാദത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മറ്റൊരു വാക്കിൽ പിന്നിലേക്ക് വലിക്കും. അപ്പോൾ ഈ കാലത്തിന് ചേർന്ന വിധം അതിനെ വ്യാഖ്യാനിക്കണം. ഒരു വിധത്തിൽ ക്രൈസ്തവ വിശ്വാസവും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ്, പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ്. എവിടെ അടിമത്തമുണ്ടോ ആ അടിമത്തത്തിൽ നിന്ന് മനുഷ്യന് മോചനം കൊടുക്കുന്നതാണ്, മനുഷ്യാന്തസ് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ ക്രിസ്മസ് മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യ അന്തസ്സിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യൻ വിലപ്പെട്ടവനാണ് എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തിൽ നിന്ന് മനുഷ്യൻ്റെ വേദനയിലേക്ക്, മനുഷ്യൻ്റെ ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഈ ഓർമ്മ, ഈ ക്രിസ്മസ് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഈ കാലത്തിന് ചേർന്ന വിധം പുനർവ്യാഖ്യാനിക്കാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഒഴുകുന്ന പുഴ പോലെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആഘോഷങ്ങളുമൊക്കെ എല്ലാ മനുഷ്യരിലേക്കും വെളിച്ചം വീശുന്നതാവട്ടെ. നക്ഷത്രത്തെ കണ്ട് യേശുവിനെ അന്വേഷിച്ച പൂജരാജാക്കന്മാരെ പോലെ ജ്ഞാനവും സ്നേഹവും വെളിച്ചവും അന്വേഷിക്കുന്ന ഒരു പാതയിലൂടെ നയിക്കപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നതുപോലെ മനുഷ്യൻ മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ.